ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച ഒരു മൂവിക്ക് പോവാണ്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ടൊവിനോരെ മൂവിക്കാണ് കേട്ടോ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ ഫോണിൽ റിവ്യൂ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മൂവിയിലെ റിവ്യൂസ് അതുപോലെ ഇൻ്റർവ്യൂസൊക്കെ ചേട്ടൻ കേൾക്കാറുണ്ട്. പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. 3 ദിവസം മുന്നേ നമ്മളൊരിടത്തിൽ പോയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ പിള്ളേരെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കണ പോലെ തിയേറ്ററിൽ കൊണ്ടുപോയാൽ അതുകൊണ്ട് നമ്മളത്ര വിചാരിച്ചില്ല. പക്ഷേ എന്താ പറയുക, റിവ്യൂ കേട്ടാണോ എന്നറിയില്ല, നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. നല്ല മൂവിയാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ഒരു മുത്തശ്ശി സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കാതോർത്തിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് എൻജോയ് ചെയ്യാനുള്ളൊരു ഇതില്ലല്ലോ. എല്ലാ ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറീസ് പറയാനുള്ള ടൈപ്പ് ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും കഥകൾ അത്ര അറിയില്ല, അങ്ങനെയൊക്കെയല്ലേ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു രസത്തോടു കൂടി തന്നെയാണ് ആ മൂവി ഇരുന്ന് കാണാനും ഒക്കെ. അതുപോലെ തന്നെ ഈ ടൊവിനോക്ക് ഈ പറഞ്ഞ പോലെ 3 ടൈപ്പിൽ ഉള്ളൊരു സംഭവമുണ്ട്. ഞാൻ കൂടുതലായി പറയുന്നില്ല. തിയേറ്ററിലേക്ക് കയറിനേക്കാൻ തൊട്ട് മുന്നേ തന്നെ അതിൽ 3 ഫേസ് ഉള്ളൊരു പോസ്റ്റ് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ത്രിബിൾ റോളായിരിക്കുമെന്ന്. മോള് പറഞ്ഞു, അമ്മേ ത്രിബിളാണ്. അപ്പോൾ അങ്ങനെയാണോ, എന്നാൽ ശരി. ആ ഒരു രീതിക്കാണ് നമ്മൾ കയറിയത്. അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല, 3 ജനറേഷനാണ് അതിൽ കാണിക്കുന്നത്. 3 നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. മേക്കപ്പ് ആയിക്കോട്ടെ, 3 ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിലും പേടിയോ അല്ലെങ്കിൽ ഒരെണ്ണത്തിരി രൗദ്രം അല്ലെങ്കിൽ 3 വേറെ ക്യാരക്ടറാണ്. ഒരു വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതാണെങ്കിൽ പോലും പക്ഷേ വേറെ നല്ല രസമാണ്. അതിൽ സുരഭി ചേച്ചി നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളതും. പിന്നെ ഇതിൽ ഹീറോയിൻ ഒരു പുതിയ കുട്ടിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അജു വർഗീസ് ഉണ്ട്, ബേസിലുണ്ട്. അജു വർഗീസും ബേസിലൊക്കെ അറിയാലോ, വന്ന് സ്ക്രീനിൽ വരുമ്പോഴേക്കും ഓഡിയൻസ് ചിരി തുടങ്ങും, അങ്ങനെയാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇരുന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് കുഞ്ഞുമോളെ പിടിക്കാൻ മാത്രമായിട്ട് ഒത്തിരി പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. മൂവി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായിരുന്നു. പക്ഷേ ഷോപ്പൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇറങ്ങിയതല്ലേ, പിന്നെ അവിടെ നല്ല ഓഫറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓഫറൊക്കെ വരുമ്പോൾ അറിയാലോ, നല്ല ഇതൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു പോകും. അങ്ങനെ അപ്പോൾ അത് കണ്ടില്ലേ, ഒക്കെ 50%, 75%, 25% എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കാതിരിക്കുക അല്ലേ. അങ്ങനെ ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അതേ ടോപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമുക്ക് ആക്ച്വലി മേടിച്ചില്ലെങ്കിലും കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു രസമല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കളറുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും മുന്നത്തെ കളക്ഷൻ തന്നെ, അല്ലെങ്കിൽ മുന്നേ കണ്ടിട്ടുള്ള ടൈപ്പൊക്കെ. പക്ഷേ ഇത് ഒക്കെ വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് പക്ഷേ ഒരു ഗോൾഡൻ ഫ്രെയിമായ കാരണം വേണ്ട വിചാരിച്ചു. പിന്നെ എനിക്ക് ഈ ഒരു ടൈപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ചേട്ടൻ പറഞ്ഞു വൈറ്റിഷൊക്കെ ആകുമ്പോൾ തടി കൂടുതൽ തോന്നുന്നു, അപ്പോൾ തന്നെ ഞാൻ അതവിടെ വെച്ചു. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടോപ്പ് ഞാനിങ്ങനെ നോക്കി വെച്ചു. പിന്നെ ഞാൻ വെച്ചു ചേട്ടന് ഇഷ്ടപ്പെടില്ല എന്ന്, അപ്പോൾ ഞാൻ അതവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി വില കൂടുതൽ പോലെ ഉണ്ട്. പിന്നെ അതങ്ങനെയല്ലേ, ഓഫറല്ലോ, അപ്പോൾ അവർക്ക് ഇച്ചിരി വില കൂടുതൽ ഇട്ടിട്ടല്ലേ പിന്നെ അത് ഓഫറിൽ കൊടുക്കാം. ഞാനതേ കണ്ടോ, കളറ് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു അമ്മ കണ്ടില്ല. അപ്പോൾ ഞാനിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, ഇവിടെ നല്ല കിടിലൻ ടോപ്പുകളുണ്ട്, നമുക്ക് വീട്ടിലൊക്കെ ഇടാനുള്ള പറ്റിയത്. പക്ഷേ അത് നോക്കുന്ന സമയത്ത് ചേട്ടൻ വന്നില്ല, അപ്പോൾ അത് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാനത് 2 ടോപ്പ് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എവിടേക്കോ നോക്കി വിളിച്ചു നോക്കിയേ. അപ്പോഴേക്കും ചേച്ചീനെ കാണണ്ടായപ്പോൾ മോളെ വിളിച്ചു നോക്കുക എന്താണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, കട അടയ്ക്കാറായപ്പോഴാണ് നമ്മൾ കയറിയത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മളിത് ക്രിസ്പി ചിക്കനാണ് മേടിച്ചത്. നന്നായിരുന്നു.